ഇന്നലെ ഞാൻ ഫോൺ വിളിക്കണില്ലേ? വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്തെറ്റി വാടിയിരിക്കണ മുഖം? ഇല്ല, കുഴപ്പമില്ല. എന്നാലും എന്റെ കേശേ, ആ ഒരു കോയിൻസിഡൻസ് പുള്ളിയെ കേശു വളരെ യാദൃശ്ചികമായി കണ്ടത്. അതെ 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 അതെ. അളെ ആ സംഭവം എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയില്ലേ, പോയപ്പോ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഷൂട്ട് നടക്കണം, സീരിയലിന്റെ ഷൂട്ട്. അപ്പൊ ഞാൻ അങ്ങനെ സെറ്റിൽ കയറില്ലേ, അവിടെ അങ്ങനെ ചെന്നിട്ട് എല്ലായിടത്തും സംസാരിച്ച് ഡയറക്ടറിനെ കണ്ട്. ഡയറക്ടറോട് സംസാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ നമ്മുടെ പാറമ്മയുടെ വീട്ടിലുള്ളതാണെന്ന്. അപ്പം തന്നെ ഡയറക്ടർ, അതായത് നമ്മുടെ പുള്ളി തുടങ്ങിയില്ലേ, നീ പാറമ്മയുടെ വീട്ടിലാണോടോ, അയ്യോ അപ്പൊ ലക്ഷ്മിയുടെ അനിയനല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ പറയണോ, പിന്നെ മതി. ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എന്നിട്ട് ആ സംവിധായകൻ പോയാ? അവിടെ ഇരിക്കാ? അവിടെ നിന്ന് സീരിയലിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുക. ആരോട്? കനകാന്റെ അടുത്ത്. എന്തിന്? അല്ല, അപ്പൊ പഴയ മെമ്മറീസ് ഒന്നും പറയാൻ കാണില്ല, അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും പറയണ്ടേ, അവർക്ക് റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടി. റിഫ്രഷ്മെന്റ് ശരി മാത്രം. ஐயோ அந்த பையன் எவ்வளோ காமெடி தெரியுமா? சிரிச்சு சிரிச்சு வயத்தெல்லாம் വലിച്ചത് എനിക്ക്. നല്ല പേസുറാളല്ലേ? അത് പിന്നെ പേസും, ഡയറക്ടർ അല്ലേ, ഡയറക്ടർ പേസാതിരിക്കൂ? പൊതുവെ എല്ലാ ഡയറക്ടേഴ്സിനും ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഭയങ്കര കൂടുതലാ. പക്ഷെ ചില ഡയറക്ടേഴ്സ് ഇത്തിരി വയലന്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇമോഷൻസിന്റെ കാര്യത്തിലൊക്കെ. അതോടെ പറയേണ്ട കാര്യം ചുമ്മാ സൂചിപ്പിച്ചാണ്. ഈ ഡയറക്ടർ ഇപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടോ? அங்க இருக்கா, லிச்சுட்ட பேசிட்டு இருக்கா. കോള് വരുന്നേ. ഇപ്പൊ വരും. നേരത്തെ കട്ടായ കോളായിരിക്കും അല്ലേ? ശരി. ചേട്ടാ, നാടകമൊക്കെ എങ്ങനെ പോണ്? നന്നായി പോകുന്നു. ആണല്ലേ? അടുത്ത മാസം ബാംഗ്ലൂർ ഷോ ഉണ്ട്. ഷോ ഒക്കെ ചെയ്യാൻ പോവാ? പിന്നെ എല്ലാ രാജ്യങ്ങളിലൊക്കെ പോയി ചെയ്യും. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ചോദിച്ചു. ചേട്ടാ ശരിക്കും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, ഈ നാടകത്തിലേക്ക് ഡയലോഗ് പോലെ? നാടകമാണല്ലോ എന്റെ ജീവിതം. നാടകം ചെയ്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ചേട്ടാ, സിദ്ധു അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ കുറച്ചും കൂടെ കളിച്ചും ചെയ്തിച്ച് ഇച്ചിരി സന്തോഷത്തോടെ ഒക്കെ സംസാരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ശരിക്കും ഇവിടെ എന്ത് ഡയലോഗ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല. അത് കുഴപ്പമില്ല ചേട്ടാ കൈ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കാം. അതെ ചേട്ടാ, ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ സുഖാണോ? എന്ത്, ഞാൻ മാരീഡ് അല്ല, ബാച്ചിലർ ആണല്ലേ? ഇന്നലെയാ ഫോൺ വിളിക്കണില്ലേ? വിളിച്ചിട്ടേ കിട്ടിയില്ല. അതങ്ങനെയാളിയാ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേ നമ്മൾ ആരെ വിളിച്ചാലും കിട്ടൂല. ശിവു, ഓ ലിച്ചു ചേച്ചി ചേച്ചിയുടെ ബാല്യകാല സുഹൃത്തിന്റെ കൂടെ സംസാരിച്ചിരിക്കണ കാണാൻ എന്ത് രസമല്ലേ? തന്നെടേ. എടാ, ഓ സത്യം പറ, ഇത് പഴയ ഫ്രണ്ട് തന്നെയാണോ? അനാർക്കലി ടീച്ചറോട് വന്നതിന്റെ റിവെഞ്ച് ചെയ്യുമല്ലേ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ? ഇത് ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിയെ വഴിവെച്ച് കണ്ടപ്പോ അങ്ങനെ വിളിച്ചോണ്ട് വന്നല്ലേ? വളരെ യാദൃശ്ചികമായി. അതെ അതെ. പിന്നെ അളിയന് പൊസസീവ്നെസ് ഒന്നും അടിക്കുന്നില്ലല്ലോ അല്ലേ? അങ്ങനെടി, അളിയന് പോസിറ്റീവ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ലേ, നമുക്കറിയാം. സോ ക്യൂട്ട് അല്ലടാ? ചേട്ടാ, സിദ്ധു അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പാവല്ലേ, നിന്ന് ഉരുകുമായിരിക്കും. ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? ലച്ചുന്റെ ചിരിയാണ് എന്ത് ഭംഗിയാ. ആണല്ലേ? എന്റെ അടുത്ത് കുറെ പേര് പറയാറുണ്ട്. താങ്ക് യു. ലച്ചുന്റെ ചിരി കാണുമ്പോ ഞാൻ എന്റെ പഴയ എക്സിനെ ഓർക്കുന്നു. അല്ല, ലച്ചുന്റെ ചിരി കാണുമ്പോഴേ എനിക്ക് എന്റെ പഴയ കാമുകിയെ ഓർമ്മ വരുന്നു. അതത്ര നല്ലതല്ല. എനിക്കെന്തോ ലച്ചുനോട് ഭയങ്കര
ഭയങ്കര ഒരു സ്നേഹം. ആ സ്നേഹം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഓ ഇതാ കേശു എഴുതി തന്ന ഡയലോഗായിരിക്കും അല്ലേ? അല്ല, ഇതെന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയെടുത്ത ഡയലോഗുകളാണ്. ഹൃദയത്തിൽ നിന്ന് എഴുതിയെടുത്ത ഡയലോഗ്? അടർത്തിയെടുത്ത ഡയലോഗ്. ചേട്ടൻ എന്തിനായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടർത്തിയെടുക്കാൻ നോക്കണം? അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്തിനാ അവരെയൊക്കെ വെറുതെ വിളിക്കുന്നേ? നമ്മൾ മാത്രം നിന്നാ പോരെ? അതിന്റെ ആവശ്യമില്ല, അവരും കൂടെ വന്നോട്ടെ. കേശു ഇവിടെ വാടാ. സ്നേഹം എന്ന് പറയുന്ന ഒരു ഉദാത്തമായ ഒരു വികാരമാണല്ലോ. ചേട്ടൻ സ്നേഹിക്കാൻ വേറെ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. സിത്, ഒരു മിനിറ്റ്, ഒരു രഹസ്യം പറഞ്ഞിട്ട് വരാം. ഇവിടെ വാ. ഇവിടെ തന്നെ നിക്കണേ. നീ ഇയാളെ എവിടെ നാടാ പിടിച്ചോണ്ട് വന്നത്? നാടക കമ്പനിന്നാ അതോ പിന്നെ ആശുപത്രിന്നാ? നാടക കമ്പനി. എന്ത് പ്രശ്നം? എന്ത് ഇയാൾ എന്തൊക്കെയോ എന്റെ അടുത്ത് പറയുന്നു? ഡയലോഗ് ആയിരിക്കും. ഡയലോഗ് ഒന്നും അല്ല. എന്റെ ചിരി കണ്ടിട്ട് അയാൾക്ക് അയാളുടെ എക്സിന് ഓർമ്മ വരുന്നെന്ന്. വെറുതെ സുഖല്ലേ? എങ്ങനെ പിടിച്ചിടിക്കോ? ഞാൻ ഡീൽ ചെയ്യാം. അപ്പൊ എന്തായാലും പഴയ ബാല്യകാല സുഹൃത്തിനെ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ തിരിച്ചു വീട്ടിൽ പോവാലോ? അതെ അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ട് സന്തോഷം. ഇനി ഒരിക്കലും കാണാൻ ഇടവരത്തില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. എനിക്കിനി കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടിക്കരുത്, ചത്തു. പ്രണയം അതെപ്പോ വേണേലും സംഭവിക്കാം. അതെ, പ്രണയം എപ്പോഴെങ്കിലും സംഭവിക്കാം. അങ്ങനെ പണ്ടൊരു തവണ പ്രണയം സംഭവിച്ചോണ്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം ഒരു തുടക്കം മാത്രം. അതെ, ഇവിടെ എന്തോ സംഭവിക്കണേ എനിക്കറിയണം. അതിനെ എന്റെ പൊന്നളിയ, ഞങ്ങൾ ഈ അളിയനെ, ഈ മാമനെ പുറത്തു ഇറക്കിയതാ. അളിയൻ നേരത്തെ പറഞ്ഞാൽ അളിയനെ പറ്റിക്കാൻ വേണ്ടി, അളിയന് പൊസസീവ്നെസ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1000 രൂപ എടുത്ത് ഏഞ്ചൽ നാടക കമ്പനി ഇറക്കിയത്. 1000 രൂപ ഒന്നല്ല ചേച്ചിയാ. അത് ഞാൻ അപ്പഴേ പറഞ്ഞു ഇവന്റെ അടുത്ത് വേണ്ട നിനക്ക് വിഷമാവുന്നു. ഞാനിപ്പോ കഥാപാത്രത്തിനും റിയാലിറ്റിക്കും ഇടയ്ക്കാണ്. ഞാൻ പഴയ പൊടിമീശക്കാരനായി. അളിയാ, ഇത് പിരിപോയ കേസാടാ, പറഞ്ഞു വിടറാ. ചേട്ടാ ഞാനേ എന്റെ ജീവിതം ദേ ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഒപ്പം ജീവിച്ച് തീർത്തോളാം. എന്റെ ജീവിതത്തിന്റെ പായക്കപ്പലേ വേറൊരാള് തുഴയുന്നത് അത് ഞാൻ സമ്മതിക്കില്ല. എനിക്കത് മനസ്സിലാവും. പ്രേമം പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലോ. അതെ, ലച്ചുന്റെ ഹൃദയത്തിലുണ്ടാവും. അളിയോ, നീ ഏത് നാടക കമ്പനി നാടകങ്ങളെ കൊണ്ടുവന്നേ? ഏഞ്ചൽ നാടക കമ്പനി. എന്താണേലും കൊണ്ടുവന്നു. എന്നാ പിന്നെ നല്ലൊരുത്തരെ കൊണ്ടുവന്നൂടായിരുന്നു നിനക്ക്. ആരുടെ ഐഡിയ എന്നാ പറഞ്ഞേ? ആരുടെ? 1000 rupees. അത് ഞാൻ നിന്റെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തേ. ഓ, അപ്പൊ അളിയന്റെ ഗയ. Funny people.